എക്സ്റ്റിങ്ക്വിഷർ എന്ന് പറയാം. എക്സ്റ്റിങ്ക്വിഷർ എന്നല്ല, എക്സ്റ്റിങ്ക്വിഷർ എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുക. അത് ഫയർ എക്സ്റ്റിങ്ക്വിഷർ, തീപിടുത്തം ഉണ്ടായി ഫയർ ഇല്ലാതാക്കുന്ന പ്രൈമറി സ്റ്റേജിലുള്ള പ്രാഥമിക അഗ്നിരക്ഷാ ഉപകരണമാണ് എക്സ്റ്റിങ്ക്വിഷർ. ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാം? ഇല്ല, അതിൻ്റെ മെത്തേഡ് ഉണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ടാവും ഹോസ്പിറ്റലൊക്കെ ഇത് ഫിക്സ് ചെയ്ത് ചുവരിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്താണിട്ടുണ്ടാവും. ചുവരിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പാസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. പാസ് അത് ഉപയോഗിക്കേണ്ട ഒരു കോഡാണ് പാസ്. പാസിന്റെ സ്പെല്ലിംഗ് എന്താ? PASS ആണ്. അടുത്തത് എയിമിന്റെ ഫയർ എന്ന് പറയും. എയിമിന്റെ ഫയർ ലക്ഷ്യമാക്കി പിടിക്കുക അല്ലേ? ലക്ഷ്യമാക്കുക, PA ലക്ഷ്യമാക്കി പിടിക്കുക. PA ലക്ഷ്യമാക്കി പിടിക്കണം എന്ന് പറയുന്നതിന്റെ കാര്യം അവിടെയായിരിക്കും തീ ഉണ്ടാവും. അതിന്റെ ഫ്ലെയിം കൂടി ഒക്കെ ഉണ്ടാവും. നമ്മൾ എവിടെ എയിം ചെയ്യും? അവിടെ ബേസിൽ അല്ലേ, എവിടെയാണോ തീ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ എയിം ചെയ്യുന്നില്ല. അത് മാത്രമല്ല, ഇതിൽ നല്ല പ്രഷറിലാണ് ഇത് നിറച്ചിരിക്കുന്നത്, പ്രൊഡക്റ്റ് നിറച്ചിരിക്കുന്നത്, പൗഡർ നിറച്ചിരിക്കുന്നത്. അപ്പം നല്ല നമ്മൾ തുറക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നല്ല പ്രഷറിലേക്ക് പുറത്തേക്ക് ചീറ്റി വരും അല്ലേ? നല്ല പ്രഷറിൽ പുറത്തേക്ക് ചീറ്റി വരുമ്പോൾ ഈ പൈപ്പ് ഏതെങ്കിലും ഡയറക്ഷനിലാണ്. നമ്മൾ ചുവരിൻ്റെ മുകളിൽ തൂക്കിയിട്ടല്ലേ ഉള്ളത് അല്ലേ? ചുവരിൻ്റെ മുകളിൽ തൂക്കി ചിലപ്പോൾ ഇങ്ങനെയുള്ള ഡയറക്ഷനിലല്ലാണ്ട്. ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ തുറന്നാൽ എന്ത് സംഭവിക്കുക? നമ്മുടെ മുഖത്തേക്ക് വന്നടിക്കും, നമ്മൾ പുറകേക്ക് വീഴുവും, നമ്മളെ ഉദ്ദേശം നടക്കില്ല. അതിനെക്കാട്ടി അപ്പോൾ ആർക്ക് പറ്റും? നമുക്ക് പറ്റും. അമർത്തുക അല്ലേ? എന്തെങ്കിലും ക്ലിപ്പ് പോലെ കാണുന്നത്, ക്ലിപ്പ് താഴോട്ടും മുകളിലോട്ടും അമർത്തുക. പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്ന് എന്ത് ചെയ്യും? ഇതിൽ നിറച്ചിരിക്കുന്ന പൗഡർ ആണെങ്കിൽ പൗഡർ പുറത്തേക്ക് വരും. അങ്ങനെ ചെയ്യണം. അടുത്ത എസ് എന്ന് സ്വീപ്പ്. സ്വീപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വീപ്പ് എന്ന് പറഞ്ഞാൽ അടിക്കുക. ആ ഒരു മെത്തേഡ് ഓർമ്മിച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ഏത് സേഫ്റ്റിന്റെ കാര്യം, സുരക്ഷാ കാര്യങ്ങളും എന്ന് ഡ്രിൽ മെത്തേഡ് ചെയ്യണം അല്ലേ? ഡ്രിൽ മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമുക്ക് അപകടം സംഭവിക്കില്ല. കറക്റ്റ് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നടക്കും. ആ ഒരു മെത്തേഡ് തന്നെ ചെയ്യാം. അറിയാതെ നമ്മൾ അമർത്തും. നമുക്കറിയാം, നമ്മൾ എവിടെയും കൈ വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഞെക്കി പിടിക്കും അല്ലേ? നമ്മുടെ സ്വഭാവമാണ്. വെറുതെ അമർത്തി നോക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് ലോക്കിങ് എടുക്കുക. ലോക്കിങ് എടുത്തതിന് ശേഷം ലോക്ക് എടുക്കുക. അതിനുശേഷം എയിം ചെയ്ത് പിടിക്കുക അല്ലേ? കറക്റ്റ് സ്ഥലത്തേക്ക് എയിം ചെയ്ത് പിടിക്കുക. അതിനുശേഷം ഈ കൈകൊണ്ട് അമർത്തുക, ഫിറ്റ് ചെയ്യുക. ആ പാസ് മെത്തേഡ് ഒന്നുമില്ല, പിന്നെ വലിക്കുക, ഇത് പിടിക്കുക, അമർത്തുക, അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുക. ഇവിടെ ഒരു സൂചി കാണുന്നുണ്ട് അല്ലേ? ഇതിന്റെ ഗേജിന്റെ ഇതിൽ, പ്രഷർ ഗേജിന്റെ ഒരു സൂചി കാണുന്നുണ്ട്. ചുവപ്പും പച്ചയും പേരും കാണുന്നുണ്ട്. ഇപ്പോൾ സൂചി എവിടെയാണത്? പച്ചയിലാണുള്ളത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇത് ഉപയോഗിക്കാൻ കണ്ടീഷനായിട്ടുള്ള കണ്ടീഷനിലാണ് ഉള്ളത്. ഇത് ഏത് സമയത്തും ഉപയോഗിക്കാൻ പറ്റുന്ന കണ്ടീഷനിലാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞു. ഇതിനുള്ള സാധനം തോന്നും. സൂചി എവിടെ പോകും? റെഡിലേക്ക് അല്ലേ? അപ്പൊ റെഡിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇതിൽ പ്രഷർ ഇല്ല, ഇതിൽ സാധനം തീർന്നിരിക്കുകയാണ്. ഇത് റീഫിൽ ചെയ്യണം. അടുത്ത ഒരു എന്തെങ്കിലും സംഭവം ഉണ്ടാകുകയും നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് നിൽക്കേണ്ട ഒരു കണ്ടീഷനിലാണ് ഉള്ളത്. അത് അതിന്റെ സമയമായി, റിന്യൂവൽ ചെയ്യേണ്ട സമയമായി, അല്ലെങ്കിൽ റീഫിൽ ചെയ്യേണ്ട സമയമായി എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇതിൽ നാം ചെയ്യുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചിട്ടാണ് ഈ എക്സ്റ്റിങ്ക്വിഷർ ചെയ്യാനുള്ളത്. ഞാൻ പറഞ്ഞത് നേരത്തെ പാസ് മെത്തേഡിൽ നടത്തണം അല്ലേ? അതുപോലെയാണോ? ക്ലിപ്പ് പോലെയാണോ ഇതുള്ളത്? അല്ല, ഇതെന്താണുള്ളത്? ടേപ്പ് പോലെയുണ്ട് അല്ലേ? ടേപ്പ് എന്നായി നമ്മൾ സാധാരണ തിരിക്കുകയല്ല അല്ലേ? അതുപോലെ തന്നെ മറ്റുള്ള മെത്തേഡ്സ് എല്ലാം ഒന്നും അതിന്റെ പ്രഷർ നോക്കുക, പിന്നെ എയിം ചെയ്ത് പിടിക്കുക. അതിനുശേഷം ടേപ്പ് തുറക്കുക. അതിന്റെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്കും കാണാനൊന്നും പറ്റില്ല അല്ലെ? എന്താണ്? വാതകമാണ് അല്ലെ? കാർബൺ ഡൈ ഓക്സൈഡ് വാതകമാണ്. അത് അടുത്തുള്ള തീയില് പോയിട്ട് അവിടെയുള്ള തീ ഓക്സിജൻ ഇല്ലാതാക്കി തീ കെടുത്തുന്ന ഒരു സംവിധാനം. ഓക്സിജൻ ഇല്ലാതാക്കാണ് തീയുടെ തീപിടുത്തം തടയുന്നതിന്റെ എല്ലാ ഉദ്ദേശത്തിലാണ്. ഓക്സിജൻ ഇല്ലാതാക്കി കഴിഞ്ഞാൽ തീ കേടുകൊള്ളു അല്ലെ? അന്തരീക്ഷത്തിൽ എന്തുണ്ട്? ഓക്സിജൻ ഉണ്ട് അല്ലെ? ഇതൊരു ടൈപ്പ് എക്സ്റ്റിങ്ക്വിഷർ. ഇതെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇത് ഗോൾഡ് ടൈപ്പ്, DCP ടൈപ്പ്, പൗഡർ ടൈപ്പ് എക്സ്റ്റിങ്ക്വിഷർ. ഗോൾഡ് ടൈപ്പ് ഒരു റൂം, ആ റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന വസ്തു പെട്ടെന്ന് പൊട്ടിത്തെറിക്കാൻ സാധനമാണ് അവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ തീപിടുത്തം ഉണ്ടായിരുന്ന ഈ ഒരു എക്സ്റ്റിങ്ക്വിഷറിൽ അടുത്ത് പോകാൻ പറ്റുമോ? ഇല്ല, അടുത്ത് പോകാൻ പറ്റില്ല. അത്തരം സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്ന ഈ ഒരു വോൾട്ടേജ് എക്സ്റ്റിങ്ക്വിഷർ എടുത്തിട്ട് തീയിലേക്ക് കൊടുക്കാം, ആ റൂമിലേക്ക് കൊടുക്കാം. തീ
ഹീറ്റുമായിട്ട് ചൂടുമായിട്ട് അടിക്കുമ്പോഴേക്കും എന്താ സംഭവിക്കും? പൊട്ടും, ബ്ലാസ്റ്റ് ആവും. പൊട്ടിയിടാകുമ്പോൾ ഇതിനുള്ള പൗഡർ പുറത്തേക്ക് ചെയ്യുകയും ആ പൗഡർ അവനുള്ള തീ കംപ്ലീറ്റ് വെക്കുന്ന ഒരു സംവിധാനമാണ് വോൾട്ടൈൽ എക്സ്റ്റിങ്ഷൻ. അപ്പോൾ ഗ്യാസ് ലീക്കായിട്ട് നേരിടുന്ന പുറത്തേക്ക് ഈ ഒരു ഭാഗത്താണ് പുറത്തേക്ക് വരിക അല്ലേ? ഈ ഗ്യാസിന്റെ ഭാഗം പുറത്തേക്ക് വരുമോ? ഇല്ല, അത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും കാര്യത്തിൽ ലീക്കായി കഴിഞ്ഞാൽ വീട്ടിൽ ലീക്കായിട്ട് റെഗുലേറ്റർ ഓഫ് ചെയ്യാൻ പറ്റുമെങ്കിൽ റെഗുലേറ്റർ ഓഫ് ചെയ്യുക. അതാണ് ആ സമയത്ത് തുണി വെച്ച് മൂടിക്കഴിഞ്ഞാൽ തീ കെട്ടുന്നു. തുണിയൊന്നും കെട്ടില്ലെങ്കിൽ ഒരു ബക്കറ്റ് വെച്ച് കമഴ്ത്തിയാലും മതി, ഉടനെ തീ കിടക്കും. ശ്രദ്ധിക്കണല്ലോ, ഇപ്പൊ നമ്മള് ഫയർ ഏത് ഡയറക്ഷനിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും കാറ്റിന് ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മളെപ്പോഴും നിൽക്കേണ്ടത്. ഈ റെഗുലേറ്റർ ഇവിടെ നിന്ന് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം ഈ ഡയറക്ഷനിലായിരിക്കും ഫയർ പോകുന്നത്. അപ്പൊ അതിന് ഓപ്പോസിറ്റ് വേണം നമ്മളൊന്ന് നിൽക്കാൻ. ഇതെപ്പോഴും നനഞ്ഞ ചാക്കോ തുണിയോ എടുക്കുന്ന തുണി എപ്പോഴും നനഞ്ഞതായിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ ഈ ഒരു ഭാഗത്തുള്ള ബക്കറ്റ് ആയാലും മതി. ഉടനെ തീയോട് ഇങ്ങനെ മൂടിയാൽ മതി. ഇവിടെ എഴുതിയിട്ടുണ്ട് ഈ 3 കാലിൽ ഒരു കാലിൽ എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിയിട്ടുള്ളത്? ഇവിടെ എന്താ എഴുതിയിട്ടുള്ളത്? സീറോ ആണോ അല്ല ഡീമാ? D30 എഴുതി അല്ലെ? ആ D30 ഇതിന്റെ എക്സ്പയറി ഡേറ്റ്. അത് 4 ആൽഫബറ്റ് ഉണ്ടാവും. ഒന്നിക്ക് A ഉണ്ടാവും, അല്ലെ B ഉണ്ടാവും, അല്ലെ C ഉണ്ടാവും, അല്ലെ D ഉണ്ടാവും. ഇതിലെന്താ എഴുതിയിരിക്കുന്നത്? ഇതിലെ D ആണ്. നിങ്ങൾക്ക് A ആയിരുന്നു, മറ്റുള്ളവർക്ക് D ആയിരുന്നു. അത് ഒരു വർഷത്തിന്റെ 4 ഇതാണ്, 4 കാലുകളാണ്. ഒരു വർഷത്തിൽ എത്ര മാസമുള്ളത്? 12 മാസം അല്ലെ? 12 മാസത്തിന്റെ 4 ഡിവിഷൻ. ആദ്യത്തെ 3 മാസം A, ജനുവരി ഫെബ്രുവരി മാർച്ച് A, ഏപ്രിൽ മെയ് ജൂൺ B, ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ C, ഒക്ടോബർ നവംബർ ഡിസംബർ D. അപ്പൊ D ആണ് എഴുതിയിട്ടുള്ളത്. D എന്ന് പറഞ്ഞാൽ ഡിസംബർ. സ്വാഭാവികമാണ് പൊള്ളലേറ്റ് കഴിഞ്ഞാൽ ഡ്രസ്സിലൊക്കെ ഓടാൻ ശ്രമിക്കും. ഓടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നേരത്തെ കിടത്തേക്ക് ഉരുട്ടണം അല്ലേ? അതായത് സ്റ്റോപ്പ് ഡ്രോപ്പ് റോൾ എന്ന് നമ്മൾ പറയാം. സ്റ്റോപ്പ് ഡ്രോപ്പ് റോൾ. അങ്ങനെയുള്ള വ്യക്തി കണ്ടുകഴിഞ്ഞാൽ വെപ്രാളപ്പെട്ട് വിഷപ്പെട്ട് ഓടാൻ വേണ്ടി ശ്രമിക്കും. ഓടിക്കഴിഞ്ഞാൽ രക്ഷപ്പെടുക ഇല്ല, ഒരു കാരണവശാലും രക്ഷപ്പെടില്ല. കാരണം ഓടുന്നതോളം എന്ത് സംഭവിക്കും? ആളിക്കത്തും. എന്തുകൊണ്ട്? വായുവിന്റെ ഓടുമ്പോൾ കാറ്റ് കൂടുതലുണ്ടാവും അല്ലെ? വായു കൂടുതലുണ്ടാവും. വായു കൂടുതലുണ്ടാകുമ്പോൾ ഈ ആളിക്കത്തും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒരു കാരണവശാലും അവരെ ഓടാൻ സംഭവിക്കാൻ പാടില്ല. സ്റ്റോപ്പ് ഡ്രോപ്പ് റോൾ മെത്തേഡ് ഉപയോഗിച്ചിട്ട് തെളിക്കാൻ നോക്കുക. അതാണല്ലേ കുഴഞ്ഞു പോകണം മരിച്ചു അല്ലേ? എന്തുകൊണ്ടായി കുഴഞ്ഞു പോകുന്നത്? ഹൃദയം പൂർണ്ണമായും സ്തംഭിച്ചു പോകുന്ന ഒരു അവസ്ഥ വരും. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾക്ക് നിൽക്കുന്നത് സംഭവിക്കും, കുഴഞ്ഞു പോകും. കളിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി കുഴഞ്ഞു പോകുന്നു. കുഴയോ മണമോ വെള്ളത്തിനടിയിലാക്കുമ്പോൾ ഇതിനകത്ത് സീക്കാർ കൊടുക്കണം അല്ലേ? ഇവിടെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. വളർന്ന് പുറത്തേക്ക് എടുത്തിട്ട് വയറിൽ വെച്ച് അമർന്ന് കണ്ടിട്ടുണ്ടാവും അല്ലേ? എന്തുകൊണ്ടാണ് വെള്ളത്തിന് അടി വിട്ട് കഴിഞ്ഞാൽ മരണപ്പെട്ടു പോകുന്നത്? എന്തുകൊണ്ടാണ് മരണപ്പെട്ടു? ധാരാളം വെള്ളം കുടിച്ചിട്ടാണോ? അല്ല, വായു വിട്ടായിട്ടാണ്. ശ്വാസകോശത്തിൽ വെള്ളം കയറിയത് ശ്വസിക്കാൻ പറ്റുന്നില്ല. ശ്വസിക്കാൻ പറ്റാതിരിക്കുമ്പോൾ ഹൃദയം ഓക്സിജൻ കിട്ടില്ല. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ലജ്ജിക്കുന്നത് എന്തുകൊണ്ടാണ്? വെള്ളം കുടിച്ച് വയറിൽ വെള്ളം നിന്നാണ് പറ്റുന്നത്. അതുകൊണ്ടാണ് ഈ വയറിനെ കുറിച്ച് അമർത്തുന്നത് അല്ലേ? അത് വയറിനെ കുറിച്ച് അമർത്തല്ല വേണ്ടത്. എവിടെ അമർത്തുന്നത്? നെഞ്ചിലാണ് അമർത്തുന്നത്. ചെസ്റ്റിലാണ്. സംഭവിച്ചു കഴിഞ്ഞാൽ, ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ, വെള്ളത്തിനടിയിലാകപ്പെട്ടു കഴിഞ്ഞാൽ 3 സാഹചര്യത്തിൽ ഹൃദയസ്തംഭനം വരാം. ഹൃദയസ്തംഭനം വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ CPR കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ അതിനുള്ള മെത്തേഡ് CPR കൊടുക്കേണ്ട സാറ് പറഞ്ഞ പോലെ CPR കൊടുക്കാൻ നേരത്തെ നമ്മൾ ഈ പറഞ്ഞ ഷോക്കേറ്റ് ആൾക്കോ അല്ലെങ്കിൽ വെള്ളത്തിൽ ആൾക്കോ ആക്സിഡന്റ് വഴി ആൾക്കോ എല്ലാവർക്കും പറഞ്ഞാൽ ഹൃദയം നിന്നുപോയ ആൾക്കാർക്ക് CPR കൊടുക്കേണ്ടത്.
ചിലപ്പോ ഇതൊന്നും സംഭവിക്കാതെ കളഞ്ഞിപ്പോ ആൾക്കാരുണ്ടാവും, ഷോക്കേറ്റ ആൾക്കാരുണ്ടാവും, അവർക്കൊന്നും CPR കൊടുക്കേണ്ട ആവശ്യമില്ല. ബോധം കെട്ട് കിടക്കാൻ നേരത്ത് നമ്മൾ ആദ്യമേ അയാൾക്ക് ശ്വാസം ഉണ്ടോ എന്ന് നോക്കണം, അയാളുടെ വായിൽ എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ നോക്കണം, ഇയാൾ ഹൃദയം പ്രവർത്തിക്കണോ നോക്കണം. ഹൃദയം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ആദ്യമേ ഇത് മൂന്നും ഇല്ലെങ്കിൽ മാത്രമേ CPR കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ CPR കൊടുക്കുന്ന മുമ്പായിട്ട് എന്തായാലും നമ്മൾ ഇയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണം. നമ്മൾ CPR എന്ന് പറഞ്ഞ ഒരു ഫസ്റ്റ് എയ്ഡ് ആണ്. അപ്പൊ ആദ്യം നമ്മൾ ഫസ്റ്റ് എയ്ഡ് ഇപ്പൊ വീട്ടിലും കൈ കാലൊക്കെ മുറിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ബാൻഡേജ് കൊണ്ടിരിക്കുന്നാൽ ഹോസ്പിറ്റലിൽ പോകുമല്ലോ. അതേപോലെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള നടപടി ആദ്യം എന്തായാലും സ്വീകരിച്ചിരുന്ന ആംബുലൻസ് വിളിക്കും. 2 പ്രാവശ്യം വായിക്ക് ഊരി കൊടുക്കും. അതിന് ഒരു കത്താരം പൊസിഷൻ കൈ എപ്പോഴും നെഞ്ചെന്ന് പറയുന്നത് ഈ 2 നിപ്പിളാണ്. നിങ്ങൾ ഈ 2 നിപ്പിളിന് ക്രോസ് ആയിട്ട് പ്ലസ് പോലെ അടിച്ചിട്ട് സെന്റർ ഭാവില്ല, ഇവിടെയാണ് കൈ വെക്കുന്നത്. 2 നിപ്പിളിന് ഇങ്ങനെ വച്ചിട്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് വരച്ചാൽ ഈ ഒരു ഭാഗത്താണ് കൈ വെക്കേണ്ടത്. കൈ എപ്പോഴും നല്ല രീതിയിൽ പ്രഷർ കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ പവർ ഹാൻഡ് ആയിരിക്കണം താഴെ വരുന്നത്. ലെഫ്റ്റ് ഹാൻഡ് ഉണ്ടാവും, റൈറ്റ് ഹാൻഡ് ഉണ്ടാവും. പവർ ഹാൻഡ് എപ്പോഴും താഴെ വരിക. അതിനുശേഷം അതിന് ഓവർലാപ്പ് ചെയ്തുകൊണ്ട് മറ്റേ കൈ വെക്കാം. കൈ സ്ട്രൈറ്റ് ആയിരിക്കണം, കൈ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് പിടിക്കരുത്. കൈ സ്ട്രൈറ്റ് ആയിരിക്കും. കാരണം നമ്മൾ കൈയുടെ പ്രഷർ മാറ്റം കൊണ്ട് ഇപ്പൊ ഒരു വ്യത്യാസം ഉണ്ടാകുന്നതാക്കും. പക്ഷെ മനുഷ്യ ശരീരത്താണെങ്കിൽ കൊടുത്താല സ്പോർട്സ് പ്രാഥമികമാണ്. അപ്പൊ കൈ എപ്പോഴും സ്ട്രൈറ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ ബോഡി വെച്ച് നമ്മൾ കൊടുക്കാൻ പറ്റുള്ളൂ. ഈ ഒരു ദിവസത്തിൽ നമ്മുടെ കൈ കൊണ്ട് മാത്രമേ നമുക്ക് പ്രഷർ കൊടുക്കാനും. സ്ട്രൈറ്റ് ആണെങ്കിൽ ബോഡി അതേപോലെ വിളിച്ചു, അയാളെ ചോത്തോണം നോക്കി, ബ്രീത്തോണം നോക്കി, അയാൾക്ക് പഴുത്തോണം നോക്കി, ഒന്നുമില്ല, റെസ്പോൺസ് ഒന്നുമില്ല. ആംബുലൻസ് വിളിച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിൽ എത്തിയാൽ. അതിനുശേഷം ഞാൻ അയാൾ ചെയ്യാൻ പോവാണ്. 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 3 പ്രാവശ്യം കൊടുത്തു. 3 പ്രാവശ്യം ജസ്റ്റ് കംപ്രഷൻ കഴിഞ്ഞ ശേഷം പെടലില്ലേ നമ്മൾ ഇത് മേലേക്ക് തിരിച്ചു ചെയ്യാം. അതിനുശേഷം മുക്ക് പൊത്തിപ്പിടിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഉന്നതമായി മുന്നിൽ പോത്തേക്ക് മുക്ക് പൊത്തിപ്പിടിച്ചതിന് ശേഷം മുഖത്ത് കൊണ്ടായിട്ട് ആവശ്യമില്ല. ഇപ്പൊ അയാൾക്ക് പല അസുഖങ്ങളും പല കാര്യം എന്തെങ്കിലും ഉണ്ടാക്കാൻ അപ്പൊ എന്തെങ്കിലും കത്തി പിടിക്കുക, അല്ലെങ്കിൽ കഴിക്കുന്ന ഏതെങ്കിലും കുടിച്ചിട്ടോ വായത്തിൽ കുടി കൊടുക്കുക. 2 പ്രാവശ്യം കുടിച്ചതിന് ശേഷം വീണ്ടും പ്രാവശ്യം കുടി കൊടുക്കുക. ഇങ്ങനെ സൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുക. 1 2 3 4 5 6 7 8 9 10 കാരണം ഇയാൾ കുഴഞ്ഞു വീഴുന്ന സ്ഥലത്ത് സപ്പോർട്ട് കൊടുക്കണം. അതുപോലെ അടുത്ത കൈ ഇങ്ങനെ വെക്കും. എന്തിനാണ് ഇങ്ങനെ വെക്കുന്നത്? ഇയാൾക്ക് സപ്പോർട്ടാണ്, അത് വീണു പോകാൻ സാധ്യത. ഗോളോട്ട് ഗോളോട്ടേക്ക് തള്ളിക്കൊടുക്കും. വളരെ ചെറിയ കുട്ടികളാണെങ്കിൽ വളരെ കുട്ടികളാണ്. ചെറിയ കുട്ടിയാണെങ്കിൽ CPR അങ്ങനെ തന്നെ. CPR ഒറ്റ അത് പറഞ്ഞില്ല അല്ലെ. CPR ആണെങ്കിൽ ഒറ്റ കൈ വെച്ചിട്ടാണ് പ്രസ് ചെയ്യുന്നത്. ചെറിയ കുട്ടികൾ ഈ മെത്തേഡ് തന്നെ ചെയ്യണം. വായ ഇങ്ങനെ തുറന്നു കൊടുക്കുക. ഒരു 45 ഡിഗ്രി ആംഗിൾ ചെരിച്ചു പിടിക്കുക. ഈ ഒരു ശരീരം രണ്ട് പ്രാവശ്യം ഈ സ്ഥിരണത്തിൽ അമർത്തണം. അടുത്തുള്ള ഫയർ സ്റ്റേഷനിൽ കിട്ടും. ഉടനെ നമ്മൾ സംഭവ സ്ഥലത്തേക്ക് എത്തും. ഏത് ഫോണിലും കോഡൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല. എന്തുമാത്രം ഡയൽ ചെയ്താൽ മതി? 101 മാത്രം ഡയൽ ചെയ്താൽ മതി. ലാൻഡ് ഫോണായാലും ശരി, മൊബൈൽ ഫോൺ 101 മാത്രം ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഫോണിൽ സിം ഇല്ലെങ്കിൽ പോലും കിട്ടും. നിങ്ങൾ എമർജൻസി നമ്പർ ഒന്നും കണ്ടില്ലേ? ഫോൺ സിം ഇല്ലെങ്കിൽ പോലും 101 ഡയൽ ചെയ്താൽ ഫയർ സ്റ്റേഷനിൽ കിട്ടും. ഏതാണോ അടുത്ത ഫയർ സ്റ്റേഷൻ അവിടെ കൊണ്ടുപോകും.